ശ്രീ വിനു മോഹൻ, ഇപ്പോൾ ശ്രീ സജ്ജനന്ത്യാട്ട് ഫിലിം ചേംബറിനെ പ്രതിനിധീകരിച്ച് പറയുകയായിരുന്നു, ആദ്യം പരാതി കിട്ടിയത് അമ്മയ്ക്കാണ്. അമ്മ ആ പരാതി പോലീസിന് കൈമാറിയിട്ടില്ല, പിന്നീടാണ് ചേംബറിന് കൈമാറിയത് എന്നുള്ളത്. ഇത്രയും കാലം നമ്മൾ പലരുടെ പരാതിയും പലരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായൊരു പരാതി ഉണ്ടായിരുന്നില്ല. ഇത്ര ഗൗരവ സ്വഭാവത്തോടുള്ള ഒരു പരാതിയെ എങ്ങനെയാണ് നിങ്ങളുടെ താരസംഘടന കാണുന്നത്? ആ പരാതിയിൽ എന്ത് നടപടിക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്? അമ്മയിലേക്ക് കിട്ടിയ പരാതി ഇന്നലെ നമ്മൾ സംസാരിക്കുകയും കാരണം ഒന്നാമത് നമ്മളുടെ മെമ്പർ അല്ലായിരുന്നു, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ ഒരു ധാർമ്മികതയുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാടുക എന്ന് പറയുന്നത് ഒരു വലിയ ധാർമ്മികതയാണ് ഏതൊരു വ്യക്തിയുടെ, ഒരു പൗരന്റെ. അപ്പം ആ തരത്തിൽ തന്നെയാണ് നമ്മളുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഈ വിൻസിയോട് സംസാരിക്കുകയും ഈ ഒരു കംപ്ലൈന്റ് ഈ പരാതിക്ക് എന്താ അതിന്റെ കാര്യങ്ങളും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു പരാതി റിട്ടേൺ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ തുടർന്നുള്ള കൃത്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പോ ഞാനൊരു യാത്രയിലാണ്. കാരണം ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇത് കൂടാനുള്ള ഒരു കാരണം ഇന്നലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായി ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയും വിൻസിയുടെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത്. കാരണം അവരാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അവർക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് റെസിസ്റ്റൻസ് അവർ പറഞ്ഞിരുന്നു. ആ റെസിസ്റ്റൻസിനെ നമ്മൾ പൂർണ്ണമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ആ റെസിസ്റ്റൻസിനെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇതിനെ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ശ്രീ വിനുമോഹൻ, ഒരു കാര്യം ചോദിച്ചോളൂ. ഇതിപ്പോ നിരന്തരമായ പരാതികളാണല്ലോ ശ്രീ വിനുമോഹൻ. ഈ ചർച്ചയിൽ തന്നെ പറയുകയായിരുന്നു, ഇതിനു മുൻപ് സംസ്ഥാനത്ത് ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെടുന്ന സമയത്തും ഒക്കെ നമ്മൾ ഈ വിഷയം റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെ താരങ്ങൾ എന്നാണ് മനുഷ്യർ സംബോധന ചെയ്യാറ്. അപ്പോൾ അവരൊരു റോൾ മോഡൽ എന്ന നിലയ്ക്ക് നമ്മൾ ആരാധനയോടെ കാണുന്നവരെന്ന നിലയ്ക്ക് കാണുന്നവരാണ്. തുടരെ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ട മോശം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ, അതിൽ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ, കേസുകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ, സംസ്ഥാനത്ത് എവിടെ നിന്നെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരുടെ പേര് ഉന്നയിക്കപ്പെടുമ്പോൾ, ഇന്നിപ്പോൾ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നു 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചിരിക്കുന്നു ശ്രീനാഥ് ഭാസി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതിലൊന്നും ഒരു സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ ശ്രീ വിനുമോഹൻ? അല്ല, തീർച്ചയായിട്ടും പണ്ട് ഇതേപോലൊരു ഇഷ്യൂ വന്നപ്പം കൃത്യമായി സംഘടന ഇടപെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു ഇപ്പം നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന പരാതി നമ്മളുടെ ഒരു അംഗമല്ലെങ്കിൽ പോലും അതൊരു ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അവരുടെ പൂർണ്ണ പിന്തുണ നമ്മൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള. കാരണം ഇന്നലെ നമ്മുടെ പത്രക്കുറിപ്പിലും അത് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അന്ന് പരാതി പോലും ലഭിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ആ പത്രക്കുറിപ്പിലൂടെ അവർക്ക് പൂർണ്ണ പിന്തുണയും ഇതിന് തീർച്ചയായും പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്, നമ്മളിപ്പം യുവതലമുറയാണെങ്കിലും ഏതൊരു സമൂഹത്തിന് തന്നെ വലിയൊരു വിപത്താണ്. കാരണം ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന ഒരാളാണ്, യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലും ഈ കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. ഇതിൽ മെയിനായിട്ട് ഓരോ വ്യക്തികളും നമ്മളുടെ വീട്ടിൽ സത്യം പറഞ്ഞ ഇത് ഇൻഡസ്ട്രിയിലുണ്ട്, അതിൽ നമുക്ക് അതിനുള്ള ICC കമ്മിറ്റികളുണ്ട്. അത് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുകയും വേണം. ഈ തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നേരിട്ടാൽ മാത്രമേ. ഒറ്റ കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചാൽ ഞാനങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല, യാത്രയാണ് എന്ന് പറഞ്ഞതുകൊണ്ടും. ശ്രീ വിനുമോഹൻ, അച്ചടക്ക നടപടികൾ പലപ്പോഴും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അമ്മ വളരെ വേഗത്തിൽ സ്വീകരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത്തരം ഗുരുതരമായ പരാതി ഉണ്ടായിട്ടും ഇതുവരെ ഒരു നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടെ ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള നിയമത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണല്ലോ നടന്നത്. തെറ്റു ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ടതാണ്. എങ്കിലും തെറ്റു ചെയ്തോ എന്ന് നിയമ സംവിധാനത്തിന് തെളിയിക്കാനുള്ള സമയം അത് നിഷേധിച്ചുകൊണ്ടുള്ള രക്ഷപ്പെടലാണ് നടന്നത്. നിങ്ങൾക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും അമ്മയുടെ ഇതിലുള്ള നടപടികൾ കൃത്യമായി പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ജനറൽ ബോഡി വരുമ്പോഴാണ് ഇതിന്റെ ഒരു പൂർണ്ണ അധികാരത്തോടുള്ള ഒരു കമ്മിറ്റി ഫോം ആവുള്ളൂ. ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റിയിലാണ് നിൽക്കുന്നത്. അതിന് ഒരു നിയമപരമായിട്ടുള്ള പല പരിമിതികളുമുണ്ട്. പല രീതിയിലുള്ള അച്ചടക്ക നടപടികളോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കഴിയുന്ന ഒരു ജനറൽ ബോഡിക്കാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എടുക്കാൻ സാധിക്കുന്ന ജനറൽ ബോഡിക്കുമാണ്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പറ്റൂ. വളരെയധികം നന്ദി ശ്രീ വിനുമോഹൻ ഈ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്.